ഡൂംസ്ഡേ നമ്മുടെ മാർവലിൻ്റെ എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ചിത്രം. സ്പൈഡർമാൻ വരുന്നുണ്ട് ഈ മാസം തന്നെ. പക്ഷേ അതിലും വലിയൊരു വെട്ടിക്കെട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഫ്രാഞ്ചൈസിയുടെ അടുത്ത പടം വരുവാണ്. റൂസോ ബ്രദേഴ്സ് കുറേ നാളുകൾക്ക് ശേഷം, നമ്മുടെ എൻഡ് ഗെയിമിന് ശേഷം മാർവലിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നെ അതുപോലെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ്. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് വരുന്ന റോബർട്ട് ഡൗണി ജൂനിയർ, നമ്മുടെ ഫേവറേറ്റ് അയൺമാൻ മാറി മാർവലിലെ തന്നെ ഏറ്റവും വലിയൊരു ഒരു വില്ലനായിട്ട് അദ്ദേഹം വരികയാണ്. സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ ഇംഗ്ലീഷ് സിനിമകളുടെ ട്രെയിലറുകൾ റിയാക്ട് ചെയ്യാറില്ല. അങ്ങനെ വലിയതായിട്ട് ഞാൻ കൂടുതലും മലയാളം അല്ലെങ്കിൽ തമിഴൊക്കെയാണ് റിയാക്ട് ചെയ്യാറുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ. ഞാനൊരു മാർവൽ ഫാനാണ്, പക്ഷേ അങ്ങനെ മാർവലിൻ്റെ എല്ലാ സിനിമകളും കണ്ട് ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളുമല്ല. അതുപോലെ കോമിക്കുകൾ വായിക്കുന്ന ഒരാളുമല്ല. ഒരു ലിമിറ്റഡ് നോളജ് ഉള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെയൊക്കെ അറിയാം. സോ ആ ഒരു ധൈര്യത്തിലാണ് ഇത് കാണാൻ പോകുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു ട്രെയിലർ കാണാം. ഓക്കെ, something is coming. Oh, wish Professor X. Ooh. Ooh. The classic Marvel ആ ലോഗോ അനിമേഷനാണ്. അവഞ്ചർ ടവറൊക്കെ ഉണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ. അയൺമാൻ, നമ്മുടെ പുതിയ ക്യാപ്റ്റൻ തോർ. ഷൂറി. ഷാൻജി. ലോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ലോക്കി. യെലന. എക്സ്മെൻ ടീം ഇതിനകത്തോട്ട് വരുന്നതാണ് എൻ്റെ ഒരു വലിയൊരു Where is the men? ഈ ഒരു ട്യൂൺ കേട്ടിട്ട് തന്നെ എത്ര നാളായി. Infinity Vision 18 December is Doomsday. ഇനി 4.5 മാസം കൂടെ. ഇതിൻ്റെ ഒരു കുറേ നാൾക്ക് മുമ്പ് കുറേ ഗ്ലിംസുകൾ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട്, അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഒരു ടീസറൊന്നും അല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഒരു വലിയത്. എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ സിനിമകൾ കാണാറുണ്ടെങ്കിലും ഇപ്പം ഈ മീൻസ് മാർവലിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഈ ഒരു 23 സിനിമകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊരു എന്താ പറയുക, ഒരു കോമിക് അവയർനെസ് ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞ തെറ്റുകളൊന്നും വരുത്തുന്നില്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു സിനിമ മാർവലിനെ സംബന്ധിച്ച്, മാർവലിന് ഇങ്ങനെ എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളൊരു ഇതാണ്. പക്ഷേ ഈ ഒരു സിനിമ എസ്പെഷ്യലി റൂസോ ബ്രദേഴ്സിൻ്റെ അവർക്ക് എനിക്ക് തോന്നുന്നൊരു കോമിക്കിൽ ഒരുപാട് അതിൻ്റെ റെഫറൻസുകളൊക്കെ എടുത്തിട്ട് പ്രോപ്പർലി മെറ്റീരിയൽ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സിനിമ എടുക്കുന്നവരാണ്. പേഴ്സണലി അവരുടെ ഒരു മാർവലിൻ്റെ ഹൈ പടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവർ ഡയറക്റ്റ് ചെയ്ത വിൻ്റർ സോൾജിയർ തൊട്ടിട്ട് ഇങ്ങോട്ട് അവർ ഡയറക്റ്റ് ചെയ്ത എല്ലാ പടങ്ങൾക്കും ഒരു ഹൈ ബന്നുണ്ട്. സോ ഈ ഒരു പടത്തിൽ എസ്പെഷ്യലി ഈ ഒരു വലിയ സ്റ്റാർ കാസ്റ്റിലുപരി നമ്മുടെ ഡോക്ടർ ഡൂം ഒരു ചെറിയൊരു ഗ്ലിംസാണ് കാണിച്ചിരിക്കുന്നത്. അത് തന്നെ വേറെ ലെവൽ സാധനമാണ്. അത് നമ്മുടെ സ്റ്റോൺ ബ്രേക്കറിൻ്റെ ആ ഒരു പവറിലുള്ള സാധനമാണ് ഒരു 2 വിരലുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത്ര പവർഫുള്ളാണ് ആ ഒരു ക്യാരക്ടർ. അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ്, കുറച്ച് സെക്കൻഡ്സുകൾ മാത്രം. പക്ഷെ അതെന്താണെന്നുള്ളത് ഇത്രയും ക്യാരക്ടേഴ്സ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഒരു വില്ലൻ
താനോസ് ലെവൽ ത്രെട്ടെന്ന് എപ്പോഴും അല്ല. മാർവലിൻ്റെ ഒരുപാട് ഈ താനോസിന് ശേഷം അദ്ദേഹത്തെ ആ ക്യാരക്ടർ ഇല്ലാതായതിനു ശേഷം മോസ്റ്റ്ലി എല്ലാ പടത്തിലും താനോസ് ലെവൽ ത്രെട്ട് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. അത്ര പവർഫുള്ളായിട്ടൊരു സിനിമകളിൽ അതൊരു പവർഫുള്ളായിട്ടൊരു വില്ലനാണ്. സോ അതിൻ്റെ അപ്പുറത്തെ ഒരു വില്ലനായിട്ടായിരിക്കും ഇനി ഡോക്ടർ ഡൂമിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എൻമാൻ കണക്ഷനൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമയെ പറ്റി. കൂടുതൽ കാര്യങ്ങളും അങ്ങനെ ടെക്നിക്കൽ അത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് വിഷ്വലുകൾ കാണിക്കുക എന്നുള്ളൊരു കിഡിലൻ ട്രെയിലറാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.